ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ഒരു മനുഷ്യൻ ജീവിതത്തിൽ തകർന്നു പോകുമ്പോൾ, നിരാശയിൽ വീഴുമ്പോൾ, പാപത്തിൽ കുടുങ്ങിപ്പോകുമ്പോൾ അവനെ കുറ്റപ്പെടുത്താൻ പലരുമുണ്ടാകും. പക്ഷേ അവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ചുമന്നുകൊണ്ടു പോകാൻ എത്ര പേരുണ്ടാകും? മത്തായിയുടെ സുവിശേഷത്തിൽ നാം ഒരു തളർവാദ രോഗിയെ കാണുന്നു. അവൻ നടക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ചിലർ അവനെ കൈവിട്ടില്ല. അവർ അവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചുമന്നു കൊണ്ടുപോയി. അവരുടെ വിശ്വാസം കണ്ട് കർത്താവ് അവനെ വിടുവിച്ചു. ഇന്ന് ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? ആരുടെയെങ്കിലും രക്ഷയ്ക്കായി നിന്റെ കണ്ണുകൾ യഥാർത്ഥമായി നിറയുന്നുണ്ടോ? നിന്റെ മുന്നിൽ തകർന്നു നിൽക്കുന്ന ഒരാളോട് യേശുവിനെക്കുറിച്ച് പറയാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ? നിന്റെ സഹോദരൻ പാപത്തിൽ വീഴുമ്പോൾ അവനെ കുറ്റപ്പെടുത്താതെ അവനുവേണ്ടി നീ പ്രാർത്ഥിക്കാറുണ്ടോ? അതുപോലെ മറക്കരുത്, ഒരിക്കൽ നീയും ആരുടെയോ പ്രാർത്ഥനയാൽ യേശുവിലേക്ക് ആകർഷിക്കപ്പെട്ടതാകാം. ആരുടെയോ കണ്ണുനീർ നിറഞ്ഞ പ്രാർത്ഥനയാൽ നീ പാപത്തിൽ നിന്ന് വിടിവിക്കപ്പെട്ടതാവാം. അങ്ങനെയെങ്കിൽ ഓർക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇനി ബന്ധനത്തിനുള്ളവനല്ല. ദൈവം നിന്നെ ഉയർത്തിയിരിക്കുന്നു. ഇനി തകർന്നവരെ കാണുമ്പോൾ അവരെ വിട്ടുകളയരുത്. അവരെ യേശുവിൻ്റെ അടുക്കിലേക്ക് ചുമന്നു കൊണ്ടുപോകുക. നിന്റെ ഒരു പ്രയത്നം, നിന്റെ ഒരു പ്രാർത്ഥന, നിന്റെ ഒരു വാക്ക് ഒരാത്മാവിനെ പാപമോചനത്തിലേക്കും ദൈവത്തിങ്കിലേക്കും തിരിയാൻ കാരണമാക്കും. പ്രിയരെ, കൂടെയുള്ള സഹോദരനെ നേടാനും തിരുത്താനും ബലപ്പെടുത്താനും കൈപിടിച്ചുയർത്താനും കഴിയാത്ത നാം ലോകത്തിൻ്റെ അറ്റത്തോളം പോയി മറ്റുള്ളവരെ എങ്ങനെ നേടും? നമുക്ക് ചിന്തിക്കാം, നമ്മെ തന്നെ നമുക്ക് ക്രമപ്പെടുത്താം. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.